ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ശിരൂരിലുണ്ടായ ആ ഒരു അപകടം, ആ ഒരു മണ്ണിടിച്ചിൽ, അതിലുണ്ടായ നമ്മുടെ ആ ഒരു സഹോദരൻ അർജുൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ അതിനകത്ത് കുടുങ്ങി. എന്താ പറയുക, ആ ഒരു സംഭവം നടന്നിട്ട് ഇന്ന് ഇത്രയും ദിവസമായിട്ട് കൂടി അർജുൻ ജീവനോടെ ഉണ്ടാവണേ എന്നൊരു പ്രതീക്ഷ വെക്കുന്നവരാണല്ലോ നമ്മൾ ഓരോ മലയാളികളും. നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാം, ഇത്രയും നാളുകളായിട്ട് അതിനടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലോ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു വ്യക്തി ജീവനോടെ വരാൻ ഒരു സാധ്യതയില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ കൂടി നമ്മൾ പിന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, അർജുൻ എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ടാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കിൾ നടന്നിട്ട് അർജുൻ നമുക്ക് മുന്നിൽ തിരിച്ചു വരണം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. ഇപ്പം നമ്മളെല്ലാവരും സങ്കടത്തിലാഴ്ത്തി എന്ന് പറയുന്ന തരത്തിലുള്ളൊരു വാർത്തയാണ് കേട്ടോ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നമ്മുടെ ഈ ശിരൂരിലെ കടലിൽ നിന്നിട്ട് ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് ആ ഒരു ബോഡി കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. അത് ഒരു പുരുഷൻ്റെ ബോഡിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അർജുൻ്റെ ബോഡി ആണോ എന്നാണ് നമ്മൾ എല്ലാവരും തന്നെ എന്താ പറയുക ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ അർജുൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയണം. കാരണം എന്താ വെച്ചാൽ, അർജുൻ്റെ ബോഡി ആവരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ ഏറെക്കുറെയെങ്കിലും. അത് അർജുൻ ആവണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. കാരണം അർജുനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലാണ് അത് അർജുനാണ് എന്ന് അറിഞ്ഞാലാണ് നമുക്ക് അർജുൻ പോയി എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് അർജുൻ എന്താണ് എവിടെയാണ് ഒന്നും അറിയാതെ അവരുടെ കുടുംബം തീ തിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അവരുടെ കുടുംബം തന്നെ പറയുന്നുണ്ട്, ഇനി അർജുൻ എങ്ങനെ കിട്ടിയാലും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷെ അർജുനെ കിട്ടണം, അത് ഏത് രീതിയിലായാലും കിട്ടിയാലാണ് ഞങ്ങൾ ആ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരുള്ളൂ. അതിപ്പോൾ എന്താ ചെയ്യാല്ലേ, നമുക്ക് എന്താണ് അർജുന് സംഭവിച്ചത് എന്നറിയാതെ നമുക്കൊന്നും, എന്താണ് ഒരു വ്യക്തിക്ക് സംഭവിച്ചത് എന്നറിയാൻ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒന്നിരിക്കലും അർജുന് ബോഡി കിട്ടണം, അല്ലെങ്കിൽ അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. അപ്പോഴാണ് നമുക്ക് അതിന് എന്താ പറയുക അടുത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ഒരു ബോഡി അർജുൻ്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അത് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കണം, എന്നിട്ടാണ് അത് അർജുനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളികളാണ് ഇത് കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് പഴക്കമുള്ള ഒരു ബോഡി തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ അർജുനെ കാണാതായ ടൈമിൽ തന്നെ കുറച്ച് മത്സ്യത്തൊഴിലാളികളെയും കാണാതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബോഡിയാണോ എന്നൊന്നും അത് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഇത്ര ദിവസമായിട്ട് പുഴയിൽ കിടക്കുന്ന കാരണം തന്നെ പ്രത്യേകം നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാകും. അപ്പോൾ DNA ടെസ്റ്റും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ ചെയ്താലാണ് അപ്പോൾ അത് ആരതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മുടെ മനാഫിക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഫോട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴിക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ അത് ഫോട്ടോ അല്ല നമുക്ക് മുഖം വെച്ചിട്ട് തിരിച്ചറിയാൻ പറ്റുമെന്ന് അറിയില്ല, ഇത്രയും നാൾ പഴക്കമുള്ളതായ കാരണം. അപ്പോൾ DNA ടെസ്റ്റിന് അയച്ചിട്ട് അത് അർജുനാണോ അല്ലേ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്കൊന്നും അത് കൂടാണ്ട് ഇപ്പോൾ അത് കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറേ ആളുകൾ അർജുന ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല പോസ്റ്റുകളും കണ്ടുകൂട്ടാം. അത് നമ്മൾ അർജുനാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നത്? ഒരു പക്ഷേ അത് അർജുൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ എന്താ പറയുക ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കൊല്ലുന്നതിന് തുല്യമല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മളത് അർജുനാണ് എന്ന് ഉറപ്പിക്കാതെ ആരും അത്തരത്തിലുള്ള പോസ്റ്റൊക്കെ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അർജുൻ്റെ വൈഫിന് കൃഷ്ണപ്രിയക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഒരു ജോലി, അതായത് ഒരു ബാങ്കിലൊരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ കുറേ ആളുകൾ അതിനും നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, പല ആളുകളും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ കൃഷ്ണപ്രിയക്ക് ജോലി കൊടുക്കുന്ന കാര്യത്തിൽ കുറേ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോലി കൊടുക്കേണ്ട ആവശ്യം എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ അതിന് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്താ പറയുക, അർജുനായിരുന്നു ആ കുടുംബത്തിൻ്റെ ഒരു അത്താണി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അത്താണി പോയതിന് ശേഷം ഈ കൃഷ്ണപ്രിയക്ക് ഒരു ജോലി ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിനൊരു നിലനിൽപ്പ്. അല്ലെങ്കിൽ ഈ കൃഷ്ണപ്രിയക്ക് ഒരു മകനുണ്ട്, ആ ഒരു കുട്ടിയെ വളർത്തി കൊണ്ടുവരേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുന്നതിൽ കൂടുതൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിലാണ് ആ ഒരു കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ജോലി വാഗ്ദാനം ചെയ്തത് എന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതാരും നെഗറ്റീവ് പറഞ്ഞിട്ട് അത് തള്ളിക്കളയാൻ നോക്കരുത്. അവർക്ക് ഒരു ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു ജോലിയുമായിട്ട് അവരുടെ കുടുംബം നോക്കിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റൊരാളെയും ആശ്രയിക്കാതെ അവർക്ക് അവരുടെ കുട്ടിയെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതിനാരും നെഗറ്റീവ് പറയാതിരിക്കുക. ആ ഒരു ജോലി അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്, അത് അവർക്ക് കിട്ടട്ടെ. പിന്നെ നമ്മുടെ ഈ അർജുൻ്റെ ബോഡിയുടെ കാര്യം, അപ്പോൾ DNA ടെസ്റ്റിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആരും ഇത്തരത്തിലൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. അപ്പോൾ നമ്മുടെ മനാഫിക്ക എന്തായാലും മനാഫിക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുക. ഇതുവരെ അവർ ഒരു ഫോട്ടോ കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആരാണ്, അർജുനാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ നമുക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റട്ടെ.